സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഒരു കൈലാഷ് ഒരു മ്യൂസിക് ഷോ നടത്തിയിരുന്നു, 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സരയു ഭർത്താവിനെ കൊണ്ട് ഒരു AV ജയിച്ചിരുന്നു, 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഇതൊക്കെ അൻസിബ അന്ന് ചോദ്യം ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ. ചോദ്യം ചെയ്തിരുന്നു. അത്തരം ചോദ്യം ചെയ്യലാണോ ഇത്തരം ഇങ്ങനൊരു മറുപടികളുണ്ടായിരുന്നു അവർക്കെന്ന്? ഇത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. അതായത് ജനുവരി 12 പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിൻ്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചേർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഘടനയൊന്നും അല്ല. ഞാൻ അങ്ങനെ ഒരു വിയോജിപ്പ് ആദ്യം എന്നിട്ട് ഒരു വോട്ടിംഗ് നടത്തിയ സമയത്ത് അപ്പം ഞാനിത് പറഞ്ഞു. ഇതിൻ്റെ മുന്നേ വേറെ 1-2 പേര് ചോദിച്ചിരുന്നു, അത് അമ്മ സംഘടന ഒരു സെക്യുലർ സ്ഥാപനമല്ലേ, അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യരുത് എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു, നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് മെയിൽ അയക്കുകയും വാട്സപ്പിൽ ഞാൻ നോട്ട് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പം അതിന് ശേഷമാണ് ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിലെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ എതിര് നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല, എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ചേച്ചിയല്ല. അപ്പം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളും, ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ ചേച്ചി വിളിക്കരുതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. നമ്മുടെ EC ഗ്രൂപ്പിനകത്ത് നടന്നൊരു ചർച്ചയാണ് ഇത്, ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇതെങ്ങനെയാണ് EC മെമ്പർ അല്ലാത്ത മറ്റൊരു സാധാരണ അംഗം അറിയുകയും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്? ഭയങ്കര മോശം പരിപാടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ 1-2 പേര് വന്ന് ചോദിക്കുകയും ചെയ്തു, അത് ഭയങ്കര മോശമായിപ്പോയി, അൻസിബ ഇവിടെ ചർച്ച ചെയ്ത കാര്യം പുറത്തു പോയി പറഞ്ഞത് എന്തിനാന്ന്. അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു തരത്തിൽ വർഗീയവൽക്കരിക്കാനാണ് ശ്രമം അന്നേ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഈ കാര്യം അറിയുന്നത്. എന്നെ ജിഹാദി എന്ന് വിളിക്കുകയും ഞാൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ രാജീവ് കുടുപ്പനക്കുന്ന് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും ഒക്കെ പറയുന്നത്. അവർ 2 പേരും പബ്ലിക്കായി വന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ഇഷ്ടത്തിന് അയാൾ നോമ്പ് നോറ്റു. നമ്മുടെ ഈ ലോകത്ത് പല മതങ്ങളിലുള്ളവരും പല നോമ്പുകളും എടുക്കുന്നുണ്ട്. അത് ഇസ്ലാമിക പ്രകാരമുള്ള നോമ്പ് എടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള നോമ്പ് എടുക്കുന്നവരുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന എത്ര പേരുണ്ട്, അഹിന്ദുക്കളായിട്ടുള്ള എത്ര പേര് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ സെക്യുലറായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു നോമ്പെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ പറയാൻ പാടുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും മകനും വന്നിട്ട് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.